എയ്സാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് സാധാരണ എക്സാമിന് ചോദിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ്. ഒന്നാമത്തത് സ്പെല്ലിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഈ സ്പെല്ലിങ്ങിൻ്റെ പ്രത്യേകത 2026 നടന്ന ഫെബ്രുവരി മാസം കേട്ടഗറ്റ് കാറ്റഗറി 1, കാറ്റഗറി 3, കാറ്റഗറി 2 ഈ ഒരു എക്സാമിന് സ്പെല്ലിങ്ങുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു വാക്കാണ് ഏറ്റവും ലേറ്റസ്റ്റായി 2026 ഫെബ്രുവരി മാസം 21-നും 23-നും നടന്ന എക്സാമിൽ വന്നിട്ടുള്ളതാണ് ഈ സ്പെല്ലിങ്. അക്കോമഡേഷൻ എന്ന വാക്കാണ് ACCOMMODATION എന്നാണ്. എത്ര എം വേണം? 2 എം വേണം. എത്ര സി വേണം? 2 സി വേണം. അടുത്തായിട്ട് നമ്മളോട് ആൻഷ്യൻ്റ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേർഡാണ് ചോദിച്ചുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് നമ്മളോട് ചോദിച്ചത്. ആൻഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പുരാതനമായ എന്നാണ്. പുരാതനമായ എന്ന അർത്ഥം വരുന്ന പദമാണ് ആൻഷ്യൻ്റ്. ആൻഷ്യൻ്റ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് മോഡേൺ എന്നാണ്, ആധുനികമായ എന്നാണ്. ആൻസർ സി എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആൻഷ്യൻ്റ് എന്നതുമായി സമാനാർത്ഥ പദമാണ്, ഒരു സിനണിമാണ് ഇത് ആൻറ്റീക്ക് എന്നത്. ആൻറ്റീക്ക് എന്നതിന് പുരാതനമായ എന്ന അർത്ഥമുണ്ട്. അടുത്തായിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഒരു സിനണിമാണ്. അത് സിനണിം ഏതാ? റാപ്പിഡ് എന്നാണ്. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ദ്രുതകർമ്മ സേന എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. റാപ്പിഡ് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ആപ്റ്റ് വേർഡ് ഏതാണെന്ന ചോദ്യം ഫാസ്റ്റ് എന്നതാണ്. ഈ ഫാസ്റ്റ് എന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഫാസ്റ്റ്ലി എന്ന് നമ്മൾ പറയാറില്ല. ഹി റൺസ് ഫാസ്റ്റ് എന്നേ പറയൂ. ഫാസ്റ്റ് എന്നത് ഒരു ക്രിയാവിശേഷണ പദമാണ്. മുൻവർഷം എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഷീ അല്ലെങ്കിൽ ഹി റൺസ് ഡാഷ്. ഓപ്ഷൻ ഫാസ്റ്റ്, ഓപ്ഷൻ ബി ഫാസ്റ്റില്. അപ്പോൾ സ്വാഭാവികമായി നമുക്കെന്താ വേഗത്തിൽ എന്ന് കിട്ടാൻ വേണ്ടി ഫാസ്റ്റ്ലി എന്ന് ചേർത്തേക്കാം. ഫാസ്റ്റ്ലി എന്നല്ല ചേർക്കുക, ഫാസ്റ്റ് എന്നാണ് ചേർക്കുക. അതൊരു ക്രിയാവിശേഷണ പദമാണ്. അടുത്തായിട്ട് ഒരാളുടെ കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിന്. ഗുഡ് എന്നതിന് ശേഷം എന്തുപയോഗിക്കാം എന്നാണ് ചോദ്യം. ഗുഡ് എന്നതിന് ശേഷം എപ്പോഴും അറ്റാണ് ഉപയോഗിക്കുക. ഒരാളുടെ എബിലിറ്റിയെ കാണിക്കുമ്പോൾ, ഒരാളുടെ സാമർഥ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഗുഡ് പ്ലസ് അറ്റ്, ഗുഡ് അറ്റ്. ഇനി നമ്മളോട് പാർട്സ് ഓഫ് സ്പീച്ച് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച്. വേർഡ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 8 ക്ലാസ്സസ് അക്കോർഡിംഗ് ടു ദെയർ ഫംഗ്ഷൻ ആൻഡ് നേച്ചർ. വാക്കുകൾ എന്ത് ചെയ്യും? നമ്മൾ 8ആയി തരംതിരിക്കുന്നു. അവയുടെ സ്വഭാവത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ദേ ആർ കോൾഡ് പാർട്സ് ഓഫ് സ്പീച്ച്. ആ പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒന്ന് നൗണാണ്, മറ്റത് നമ്മൾ പ്രൊനൗണാണ്, മറ്റത് നമ്മൾ അഡ്ജക്റ്റീവാണ്, പിന്നെ വേർബാണ്, പിന്നെ ആഡ്വേർബാണ്, പിന്നെയോ നൗണ്, പ്രൊനൗണ്, അഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ്. പിന്നെയുള്ളത് പ്രപ്പോസിഷനാണ്, പിന്നെയുള്ളത് കൺജങ്ഷനാണ്, പിന്നെയുള്ളത് ഇൻ്റർജെക്ഷൻ, വ്യാക്ഷേപകം എന്ന് പറയും നമ്മൾ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഷീ സ്പോക്ക് സോഫ്റ്റ്ലി എന്നാണ്. ഷീ സ്പോക്ക് സോഫ്റ്റ്ലി. ഇവിടെ സ്പീക്ക് എന്ന ക്രിയയെ പാസ്റ്റിലേക്ക് മാറ്റി സ്പോക്ക്. അതിനുശേഷം തന്നിരിക്കുന്നത് എന്താ? പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചു എന്നാണ്. അവിടെ ക്രിയയെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് സോഫ്റ്റ്ലി എന്നത്. സോ ഇറ്റ് ഈസ് ആൻ അഡ്വേർബ്. ബി എന്നതാണ് ആൻസർ. അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ടുള്ള ആർട്ടിക്കിൾ ചേർക്കാൻ വേണ്ടി ചോദിച്ചുള്ള ഒരു പദമാണ് ഓണിസ്റ്റ് മാൻ. എച്ച് സൈലൻ്റ് ആണ്. നമ്മൾ പലരും ഓണസ്റ്റ് എന്നാണ് ഉച്ചരിക്കുക. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് ഓണിസ്റ്റ് എന്നാണ്, HONEST. അപ്പോൾ ഹീ ഈസ് ആൻ ഓണിസ്റ്റ് മാൻ. ആൻ ഓണിസ്റ്റ് മാൻ. യെസ്. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് ടെൻസ്. ബൈ നെക്സ്റ്റ് ഇയർ എന്നാണ്. അടുത്ത വർഷം ആകുമ്പോഴേക്കും, അടുത്ത വർഷം ആകുമ്പോഴേക്കും, അടുത്ത വർഷത്തിനുള്ളിൽ. ബൈ എന്നത് ഒരു പ്രപ്പോസിഷനാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആകുമ്പോഴേക്കും എന്ന അർത്ഥത്തിലാണ്. ആകുമ്പോഴേക്കും. അപ്പോൾ ബൈ ടുമാറോ എന്നാണെങ്കിലോ നാളെ ആകുമ്പോഴേക്കും, ബൈ ടുമാറോ. അങ്ങനെയാണെങ്കിൽ ബൈ മാർച്ച് എന്നാണെങ്കിലോ, ബൈ മാർച്ച് എന്നാണെങ്കിൽ മാർച്ച് ആകുമ്പോഴേക്കും എന്നാണ്. അപ്പോൾ ബൈ നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഹർ ഡിഗ്രി എന്നാണ്. അടുത്ത വർഷമാകുമ്പോഴേക്കും അവൾ അവളുടെ ഡിഗ്രി പഠനം പൂർത്തീകരിച്ചിട്ടുണ്ടാകും. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 എന്നാണ്. ആൻസർ വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്നാണ്. ഡി ആണ് ഓപ്ഷൻ.
ചൂസ് ദ കറക്റ്റ് പാസീവ് വോയിസ് എന്നാണ്. പാസീവ് വോയിസ് തിരഞ്ഞെടുക്കാനാണ്. ദേ ഇലക്റ്റഡ് ഹിം ക്യാപ്റ്റൻ എന്നാണ്. ദേ ഇലക്റ്റഡ് ഹിം ക്യാപ്റ്റൻ. ഐഡൻറ്റിഫൈ ദ ടെൻസ് ഫസ്റ്റ്. ആദ്യം നമ്മൾ അറിയേണ്ടത് ഏത് ടെൻസാണ് എന്നാണ്. ഈ വാചകം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ ദേ എന്നത് സബ്ജക്റ്റ്, ദേ എന്നത് സബ്ജക്റ്റ്, ദെൻ ഇലക്റ്റഡ് എന്നത് വേർബ്, ഹിം എന്നത് ഒബ്ജക്റ്റ്, ഹിം എന്നത് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഹി വാസ് ഇലക്റ്റഡ് ക്യാപ്റ്റൻ എന്നാണ്. ഹി വാസ് ഇലക്റ്റഡ് ക്യാപ്റ്റൻ. ഓപ്ഷൻ എ ആണ്. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, ഇലക്റ്റഡ് എന്നതിന് ശേഷം ആസ് ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റുമോ? ഇലക്റ്റഡ് എന്നതിന് ശേഷം ആസ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഹി വാസ് ഇലക്റ്റഡ് ആസ് ക്യാപ്റ്റൻ എന്ന് എഴുതിയാൽ തെറ്റില്ല. പക്ഷേ ഓപ്ഷനിൽ നമുക്കതില്ല, രണ്ടും ഒന്നിച്ച് വരാറുമില്ല. ഹി വാസ് ഇലക്റ്റഡ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഹി വാസ് ഇലക്റ്റഡ് ആസ് ക്യാപ്റ്റൻ. എന്നാൽ റിഗാർഡഡ് എന്നോ കൺസിഡേർഡ് എന്നോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, കൺസിഡേർഡ് എന്നോ റിഗാർഡഡ് എന്നോ എടുത്താൽ അതിനുശേഷം നമ്മൾ കമ്പൽസറി എന്ത് ഉപയോഗിക്കാറുണ്ട്? ആസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആൻസർ എ എന്നതാണ്. അടുത്തത് ചൂസ് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. ഐ ആം ബിസി എന്നാണ്. ആ വാചകം പ്രസൻറ്റിലുള്ള ഒരു വാചകമാണ്. പക്ഷെ റിപ്പോർട്ടിംഗ് വെർബ് ഏതിലാണ് വന്നിരിക്കുന്ന? പാസ്റ്റിലാണ്. റിപ്പോർട്ടിംഗ് വെർബ് ഏതാ? സെറ്റ് എന്നാണ്. അത് പാസ്റ്റിലാണ്. അതുകൊണ്ട് നമ്മൾക്ക് കൊട്ടേഷൻ മാർക്സിനകത്ത് വന്ന വാചകം എന്ത് ചെയ്യണം? മാറണം. ആൻസറിലേക്ക് പോകുമ്പോൾ ഹി സെറ്റ് ദാറ്റ് ഹി വാസ് ബിസി എന്നാണ്. ആൻസർ എ എന്നതാണ്. എന്നാൽ 2024 LD ക്ലർക്കിന് തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു. ഹി സെയ്സ് എന്നാണ്. ഹി സെയ്സ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ് എന്നാണ്. ഹി സെയ്സ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. ഈ വാചകത്തെ നമ്മളോട് മാറ്റി എഴുതാൻ പറഞ്ഞിരുന്നു. അറ്റൻഡിങ് എ ട്രെയിനിങ്, ഈ വാചകത്തെ മാറ്റി എഴുതാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബാണ്. റിപ്പോർട്ടിംഗ് വെർബ് ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസൻറ്റിലാണ്. റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ദർ വിൽ ബി നോ ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻസൈഡ് ദ കൊട്ടേഷൻ മാർക്സ്. കൊട്ടേഷൻ മാർക്സിനകത്ത് വരുന്ന വാചകത്തിനകത്ത് എന്തുണ്ടായിരിക്കുന്നില്ല? യാതൊരു മാറ്റം ഉണ്ടായിരിക്കുന്നില്ല. പക്ഷെ ഇവിടെയോ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ് സെറ്റ് എന്നായതുകൊണ്ട് ടെൻസിൽ എന്ത് സംഭവിക്കണം? മാറ്റം സംഭവിക്കണം. അങ്ങനെയാണെങ്കിൽ ഹി സെയ്സ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ് എന്നതിനെ മാറ്റി എഴുതുമ്പോൾ ഹി സെയ്സ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ് എന്നാണ്. ഈച്ച് ഓഫ് ദ ബോയ്സ് ഹാവ് ഡൺ ദെയർ വർക്ക് എന്നാണ്. ഇവിടെ എറർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഈച്ച് ഓഫ് ദ ബോയ്സ് എന്ന് കഴിഞ്ഞിട്ട് പ്ലൂരൽ വരാൻ പാടില്ല, സിംഗുലർ ആണ് വരേണ്ടത്. ഈച്ച് ഓഫ് പ്ലസ് പ്ലൂരൽ നൗൺ പ്ലസ് സിംഗുലർ വേർബ്. ഈച്ച് ഓഫ് പ്ലസ് പ്ലൂരൽ നൗൺ പ്ലസ് സിംഗുലർ വേർബ്. അപ്പോൾ ആൻസർ പ്രകാരം തെറ്റ് കിടക്കുന്നത് ഹാവ് എന്നാണ്. ഹാവ് എന്തായി മാറണം? ഹാസ് ആയി മാറണം. ഓക്കെ, അടുത്തെന്താ? വൺ ഹൂ കനോട്ട് റീഡ് ഓർ റൈറ്റ് ഈസ് കോൾഡ്. എഴുതാനും വായിക്കാനും അറിയാത്ത ആളിനെ വിളിക്കുന്ന പേര് നിരക്ഷരൻ എന്നാണ് പറയുക. ഇല്ലിറ്ററേറ്റ് എന്നാണ്. ഇല്ലിറ്ററേറ്റ് എന്നത് സി എന്ന ഓപ്ഷനാണ്. എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. ചൂസ് ദ കറക്റ്റ്ലി പങ്ക്ച്വേറ്റഡ് സെൻറ്റൻസ്. പങ്ക്ച്വേറ്റഡ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ കുത്ത്, കോമ ഇങ്ങനെയൊക്കെ ഇട്ട ഒരു വാചകം കണ്ടുപിടിക്കാനാണ്. അങ്ങനെയുള്ള കറക്റ്റ് ഓർഡറിലുള്ള വാചകം അതൊരു ചോദ്യവാചകമാണ്. ചോദ്യവാചകം എഴുതുമ്പോൾ ഇനി ഏതൊരു വാചകം എഴുതുമ്പോഴും ബിഗിൻ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ആദ്യം ഏതുകൊണ്ട് ആരംഭിക്കണം? ഒരു സെൻറ്റൻസ് ആരംഭിക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ W എന്നാൽ എന്തായിരിക്കണം? വലിയ അക്ഷരമായിരിക്കണം. പിന്നെ ചോദ്യവാചകം ആയതുകൊണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി സെൻറ്റൻസ് ക്വസ്റ്റ്യൻ മാർക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒറ്റ വാചകമേ ഉള്ളൂ. വാട്ട് ഈസ് യുവർ നെയിം? 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നൈദർ റാം നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് പ്രസൻറ്റ്. 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉള്ളതാണ്. ഇപ്പം 2025 2026 SSLC ടെക്സ്റ്റ് ബുക്കിൽ SCERT ടെക്സ്റ്റ് ബുക്കുള്ളതാണ് ഈ കണ്ടൻറ്റ്. ഈ ഒരു മെത്തേഡിൽ അവിടെ നമുക്ക് പ്രത്യേകം കോളം വരച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? 2 വ്യത്യസ്ത നാമങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ ദ വേർബ് എഗ്രീസ് വിത്ത് ദി സെക്കൻഡ് നൗൺ. രണ്ടാമത്തെ നാമത്തിനനുസരിച്ചാണ് വരിക. ആദ്യം റാം എന്ന് പറഞ്ഞു, രണ്ടാമത് പറഞ്ഞത് ഹിസ് ഫ്രണ്ട്സ് എന്നാണ്. ഹിസ് ഫ്രണ്ട്സ് എന്നത് പ്ലൂറൽ ആയതുകൊണ്ട് ഓക്സിലറി വെർബും പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മളെ വീഡിയോയിൽ ചെയ്ത പോലെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്ര സിംഗുലർ ഉണ്ട്, എത്ര പ്ലൂറൽ ഉണ്ട് എന്ന്. ഇതിൽ നമുക്കുള്ളത് ഒരേ ഒരു പ്ലൂറൽ മാത്രമാണ്. ആ ഒരേ ഒരു പ്ലൂറലാണ് ഉത്തരമായി വരുന്നത്. ബാക്കി 3ഉം സിംഗുലറാണ്. ഫ്രണ്ട് എന്നായിരുന്നു എങ്കിൽ സിംഗുലറാണ്. ഫ്രണ്ട്സ് എന്നായതുകൊണ്ട് പ്ലൂറൽ. സോ ആൻസർ ആർ എന്നാണ്. അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് എന്താ? പ്ലൂറൽ ഫോം ഓഫ്
ക്രൈസിസ് എന്നാണ്. പലരും തെറ്റായിട്ട് ഉച്ചരിക്കുന്ന ഒരു വേർഡാണ് ക്രൈസിസ്. ക്രൈസിസ് എന്നതിൻ്റെ പ്ലൂറൽ ചോദിച്ചാൽ ക്രൈസസ് എന്നല്ല, ക്രൈസിസ് എന്നതിൻ്റെ പ്ലൂറൽ ചോദിച്ചാൽ ക്രൈസീസ് എന്നാണ്. ക്രൈസീസ്, ക്രൈസീസ്, ക്രൈസീസ്. ഇത് ക്രൈസിസ് എന്ന് വായിക്കും. പ്ലൂറൽ ഫോം ഓഫ് ക്രൈസിസ് ഈസ് ക്രൈസീസ് എന്നാണ്. പ്രതിസന്ധികൾ എന്നാണ്. CRISES. ചൂസ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് പ്രപ്പോസിഷൻ. സീനിയർ എന്നതിന് ശേഷം, ജൂനിയർ എന്നതിന് ശേഷം, പ്രയർ എന്നതിന് ശേഷം, ഇൻഫീരിയർ എന്നതിന് ശേഷം, സുപ്പീരിയർ എന്നതിന് ശേഷം എപ്പോഴും ടു മാത്രമേ വരാൻ പാടുള്ളൂ. ഹീ ഈസ് സീനിയർ ടു മീ എന്നാണ്. ഹീ ഈസ് സീനിയർ ടു മീ. ഓർത്ത് വെക്കുക. ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, പ്രയർ തുടങ്ങിയവയ്ക്ക് ശേഷം ടു ആണ് വരിക. ഓക്കെ, താങ്ക് യു ഓൾ.